വളരെ പ്രധാനപ്പെട്ട ഒരു അറസ്റ്റാണ് ഇന്ന് നടന്നിരിക്കുന്നത്. അത് അന്വേഷണ സംഘത്തിൻ്റെ ഹൈക്കോടതി പറഞ്ഞതുപോലെ ഇതിലെ ആത്മാർത്ഥതയെ നമ്മൾ ഒരിക്കൽ കൂടി അഭിനന്ദിക്കുക തന്നെ വേണം. കാരണം വളരെ കൃത്യമായി എല്ലാ തെളിവുകളും ശേഖരിച്ചതിന് ശേഷമാണ് നിലവിൽ മുരാരി ബാബുവിനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ആരാണ് ഈ മുരാരി ബാബു? എന്താണ് മുരാരി ബാബു ശബരിമലയിൽ ചെയ്ത കുറ്റം? ഞാൻ രണ്ട് കാര്യങ്ങൾ ആദ്യം പറയാം. ഒന്ന്, മുരാരി ബാബുവിൻ്റെ ഒരു ലഘുചരിത്രം പ്രേക്ഷകർക്ക് പറയുമ്പോൾ ഈ മുരാരി ബാബു ആരാണ്, എങ്ങനെയാണ് മുരാരി ബാബു ഇത്ര സ്വാധീനശേഷിയുള്ള ആളായി മാറിയത് എന്നത് പ്രേക്ഷകർക്ക് മനസ്സിലാവും. രണ്ടാമത്, മുരാരി ബാബു എന്താണ് ശബരിമലയിൽ ചെയ്തിരിക്കുന്നതായിട്ട് ദേവസ്വം വിജിലൻസും SITയും കണ്ടെത്തിയിരിക്കുന്നത് എന്നുള്ളതാണ്. ഇതിൽ ആദ്യത്തെ ഭാഗത്തേക്ക് വന്നാൽ, ആരാണ് ഈ മുരാരി ബാബു? 30 വർഷങ്ങൾക്ക് മുമ്പ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ ഒരു ഗാർഡായിട്ട് ജോയിൻ ചെയ്ത ഒരു ജീവനക്കാരനാണ് മുരാരി ബാബു. അധികം സ്വത്തോ ഏതെങ്കിലും തരത്തിലുള്ള വലിയ സ്വാധീനശേഷിയോ ഒന്നുമില്ലാതിരുന്ന പെരുന്ന സ്വദേശിയായ മുരാരി ബാബു ദേവസ്വം ബോർഡിൽ സർവീസിലേക്ക് വരുന്നത് 30 വർഷങ്ങൾക്ക് മുമ്പാണ്. എന്ന് പറഞ്ഞാൽ 1995. പ്രേക്ഷകർ, ഞാൻ ഈ 30 വർഷമെന്ന് പറയാനൊരു കാരണമുണ്ട്. മുരാരി ബാബു സർവീസിൽ കയറി 3 വർഷത്തിന് ശേഷമാണ് സന്നിധാനത്ത് വിജയ് മല്യ ഈ സ്വർണം പൂശുന്നത്. അതായത് സന്നിധാനത്തെ സ്വർണം പൂശലിൻ്റെ എല്ലാ കാര്യങ്ങളും A to Z അറിയാവുന്ന ഒരു ഉദ്യോഗസ്ഥനായിരുന്നു അന്നത്തെ ഗാർഡായിരുന്ന ഈ പറയുന്ന മുരാരി ബാബു. അപ്പോൾ മുരാരി ബാബു ഈ വിജയ് മല്യ സ്വർണം പൂശുന്ന സമയത്ത് ദേവസ്വം ബോർഡിലുണ്ട് ഗാർഡായിട്ട് എന്നുള്ളത് ആദ്യത്തെ പോയിന്റ് പ്രേക്ഷകർ മനസ്സിലാക്കുക. ഗാർഡായിരുന്ന മുരാരി ബാബു പിന്നീട് LD ക്ലർക്കാവുന്നു, UD ക്ലർക്കാവുന്നു, ഹെഡ് ക്ലർക്കാവുന്നു, സൂപ്രണ്ടാവുന്നു, അസിസ്റ്റന്റ് കമ്മീഷണർ ആവുന്നു, അതിനുശേഷം ഡെപ്യൂട്ടി കമ്മീഷണർ ആവുന്നു. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലെ വളരെ പ്രധാനപ്പെട്ട കമ്മീഷണർക്ക് തൊട്ട് താഴെയുള്ള ഡെപ്യൂട്ടി കമ്മീഷണർ എന്ന തസ്തികയിലാണ് ഇപ്പോൾ ഈ മുരാരി ബാബു ഇരിക്കുന്നത്. എവിടെയാണ്? ഹരിപ്പാടാണ് അദ്ദേഹം ഇപ്പോൾ ജോലി ചെയ്യുന്നത്. ഇപ്പോൾ സസ്പെൻഷനിലാണ്. ഇനി ഇദ്ദേഹത്തിൻ്റെ സർവീസ് ചരിത്രം ഇതാണെങ്കിൽ, ഇദ്ദേഹം ജോലി ചെയ്തിരിക്കുന്ന വൈക്കത്തെയും ഏറ്റുമാനൂരിലെയും ക്ഷേത്രങ്ങളിൽ ചില വിവാദങ്ങൾ ഉണ്ടായിട്ടുണ്ട്. വൈക്കത്തെ ഇതിൻ്റെ കൃത്യമായ വിവരങ്ങൾ നമുക്ക് കിട്ടിയിട്ടില്ല. എന്നാൽ ഏറ്റുമാനൂരിൽ ഇദ്ദേഹം അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായിരിക്കുന്ന സമയത്ത് ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അതെങ്ങനെയാണ് നമുക്ക് ബോധ്യമായത്? ദേവസ്വം വിജിലൻസ് കണ്ടെത്തിയിട്ടുണ്ട്. ദേവസ്വം വിജിലൻസ് എന്താ കണ്ടെത്തിയത്? 2-3 കാര്യങ്ങൾ ഞാൻ പറയാം. ഇതിലേറ്റവും നിർണായകമായ കാര്യങ്ങൾ, അതായത് ഈ ശബരിമലയിലെ സ്വർണ്ണപ്പാളിക്കും അപ്പുറത്തേക്ക് മുരാരി ബാബുവിനെ സംശയത്തിൻ്റെ നിഴലിൽ നിർത്തുന്ന 2 പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഒന്ന്, അദ്ദേഹം ഇതിനു മുൻപ് സേവനമനുഷ്ഠിച്ചിരുന്ന ഏറ്റുമാനൂരിൽ നടത്തിയ ദുരൂഹമായ ഇടപാടുകളും 2 ഈ ദേവസ്വം ബോർഡിൽ ശബരിമലയിലെത്തിയതിനു ശേഷം നടത്തിയ ഇടപാടുകളുമാണ്. അതിൽ ഏറ്റുമാനൂരിലേക്ക് വന്നാൽ, ഏറ്റുമാനൂരിൽ ഇദ്ദേഹം സേവനമനുഷ്ഠിക്കുന്ന കാലത്ത്, അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായിട്ട് സേവനമനുഷ്ഠിക്കുന്ന കാലത്ത് ഈ ദേവസ്വം വിജിലൻസ് ഒരു കണ്ടെത്തൽ നടത്തിയിരുന്നു. അന്ന് ശബരിമലയിൽ ഒരു ഏറ്റുമാനൂരിൽ ശ്രീകോവിലിനുള്ളിൽ ഒരു അഗ്നിബാധ ഉണ്ടാവുന്നുണ്ട്. 4 വർഷങ്ങൾക്ക് മുമ്പാണ്, 2021 ജനുവരി മാസത്തിലാണെന്നാണ് എൻ്റെ ഓർമ്മ. അന്ന് ഈ ഏറ്റുമാനൂരിൽ ശ്രീകോവിലിന് ഉള്ളിലുണ്ടാവുന്ന അഗ്നിബാധ പുറത്താരും അറിഞ്ഞില്ല. അത് മൂടിവെച്ചപ്പോൾ അവിടെ എന്താ സംഭവിച്ചത്? അവിടെ ഏറ്റുമാനൂരിലുള്ള ഒരു നാഗപത്തി എന്ന് പറയുന്ന ദേവൻ്റെ ഒരു ആഭരണം, ആ നാഗപത്തി ഈ ശ്രീകോവിൽ തീ പിടിച്ചപ്പോൾ അതിൻ്റെ സ്വർണ്ണപ്രഭ നഷ്ടപ്പെടുന്നു. ആ നാഗപത്തി പിന്നീട് സ്വർണം വിളക്കി ചേർത്തു എന്നതാണ് ദേവസ്വം വിജിലൻസിൻ്റെ കണ്ടെത്തൽ. ഓർമ്മിക്കണം, ഈ നാഗപത്തിയിൽ സ്വർണം പൂശാനുള്ള അനുമതി ദേവസ്വം ബോർഡിൽ നിന്ന് ഈ മുരാരി ബാബു വാങ്ങിയിട്ടില്ല. നോക്കൂ, എങ്ങനെയാണോ ശബരിമലയിൽ സ്വർണം പൂശാൻ വേണ്ടി പാളികൾ കൊണ്ടുപോയത്, സമാനമായ ഒരു കാര്യം ഏറ്റുമാനൂരിൽ സംഭവിച്ചിട്ടുണ്ടെന്ന് ദേവസ്വം വിജിലൻസ് ഉണ്ട്. ദേവസ്വം വിജിലൻസ് റിപ്പോർട്ടുണ്ട്. അതിനുശേഷം ആ വിജിലൻസ് റിപ്പോർട്ടിൽ എന്ത് സംഭവിച്ചു എന്നുള്ളതല്ലേ, അത് ഞാൻ പറയാം. ഇനി അപ്പോൾ നാഗപത്തിയുടെ കാര്യത്തിൽ അങ്ങനെ സംഭവിച്ചു. ഈ നാഗപത്തി അങ്ങനെ സ്വർണം പൂശാൻ വേണ്ടിയിട്ട് കൊണ്ടുപോകുമ്പോൾ അതിന് അദ്ദേഹം പറഞ്ഞിരുന്ന ന്യായമായി ദേവസ്വം വിജിലൻസ് കണ്ടെത്തിയത്, ഏറ്റുമാനൂരിലെ ക്ഷേത്രത്തിൽ ഈ സ്വർണം പൂശിയ ചില കുടകളുണ്ട്. ആ കുടകളുടെ ചന്ദ്രക്കലയുണ്ടല്ലോ, ആ ചന്ദ്രക്കല ഇളകിപ്പോയപ്പോൾ അത് ഫിറ്റ് ചെയ്യുന്നതിന് വേണ്ടി കൊണ്ടുപോകുന്നു എന്ന് പറഞ്ഞ് കൊണ്ടുപോവുകയും അതിനോടൊപ്പം ഈ നാഗപത്തി കൂടി കൊണ്ടുപോയി വിളക്കി ചേർത്തു എന്നാണ് പറയുന്നത്. അതിൽ സ്വർണം എത്ര കുറഞ്ഞു, എത്ര വലിയ തട്ടിപ്പ് നടന്നു, ഇതൊന്നും നമുക്ക് വ്യക്തമല്ല. പക്ഷേ അത് ദുരൂഹമാണ് എന്നാണ് ദേവസ്വത്തിൻ്റെ വിജിലൻസ് റിപ്പോർട്ടിൽ പറയുന്നത്. ഇത് മാത്രമല്ല, അതിനുശേഷം 2021 ഈ അഗ്നിബാധയുടെ വിഷയം ഉണ്ടാവുന്നതിന് മുൻപ് തന്നെ അവിടെ 6 പ്രധാനപ്പെട്ട ഉരുപ്പടികൾ കാണാതെ പോകുന്നൊരു സംഭവം റിപ്പോർട്ട് ചെയ്തിരുന്നു. അതിൽ സ്വർണ്ണമുണ്ട്, വെള്ളിയുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് രുദ്രാക്ഷമാലയാണ്, സ്വർണ്ണ രുദ്രാക്ഷമാല. അത് അവിടുത്തെ തന്നെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായിരുന്ന ഒരു ജയലാൽ 2005-2006 കാലഘട്ടങ്ങളിൽ ഏറ്റുമാനൂരിലേക്ക് കൊടുത്ത ഒരു രുദ്രാക്ഷമാലയാണ്. ആ സ്വർണം കിട്ടിയ രുദ്രാക്ഷമാല ഏറ്റുമാനൂർ അമ്പലത്തിൽ നിന്ന് കാണാതെ പോയി എന്നൊരു വലിയ വാർത്തയുണ്ടായിരുന്നു. അതുമാത്രമല്ല, 6ഓളം ഇത്തരത്തിലുള്ള സ്വർണം വെള്ളി ഉരുപ്പടികളാണ് കാണാതെ പോയത്. ഓർമ്മിക്കണം,
ഏറ്റുമാനൂർ അമ്പലത്തിൽ ഈ അന്വേഷണം നടക്കുന്നതിനിടയിൽ 16 ദിവസത്തിനുള്ളിൽ ഈ കാണാതെ പോയ 6 ഉരുപ്പടികളും അവിടെ അത്ഭുതകരമായി പ്രത്യക്ഷപ്പെടുകയാണ്. എങ്ങനെയാണോ മലബാർ ദേവസ്വത്തിൽ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ, എക്സിക്യൂട്ടീവ് ഓഫീസർ അലമാരയിൽ സ്വർണം കൊണ്ടുവച്ചത്, സമാനമായ സാഹചര്യത്തിലാണ് ഏറ്റുമാനൂരിൽ കളവ് പോയ ഉരുപ്പടികൾ അവിടെ എത്തുന്നത്. ഇതെങ്ങനെയാണ് എന്നുള്ള കാര്യവും ദുരൂഹമായി തുടരുന്ന ഒന്നാണ്. അപ്പോൾ ദേവസ്വം വിജിലൻസിൽ ഏറ്റുമാനൂരിലെ ക്രമക്കേടുകളുമായി ബന്ധപ്പെട്ട് പരാമർശമുള്ള ഒരു ഉദ്യോഗസ്ഥനാണ് ഈ മുരാരി ബാബു എന്നുള്ളതാണ് അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇങ്ങനെ ആരോപണ വിധേയരായ ഏതെങ്കിലും ഉദ്യോഗസ്ഥനെ ശബരിമലയിലെ ദേവസ്വം തസ്തികകളിൽ നിയമിക്കാമോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം. ഹൈക്കോടതിയുടെ ഉത്തരവ് വളരെ വ്യക്തമായി പറയുന്നു, ആരോപണ വിധേയരായ ഒരു ഉദ്യോഗസ്ഥനെയും ശബരിമലയിലെ പ്രധാന തസ്തികകളിലേക്ക് നിയമിക്കരുത്. ഇതാണ് വസ്തുതയെന്നിരിക്കെ ഏറ്റുമാനൂരിൽ ക്രമക്കേട് നടത്തി എന്ന് ദേവസ്വം വിജിലൻസ് റിപ്പോർട്ടിലുള്ള ഈ മുരാരി ബാബുവിനെ എങ്ങനെയാണ് സന്നിധാനത്ത് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ പോലൊരു തസ്തികയിൽ നിയമിച്ചത്? എങ്ങനെയാണ് അവിടെ നിന്ന് പ്രൊമോഷൻ കൊടുത്ത് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ാക്കിയത്? എങ്ങനെയാണ് അവിടെ നിന്ന് വീണ്ടും ഉയർത്തി ഡെപ്യൂട്ടി കമ്മീഷണറാക്കി മാറ്റിയത്? ഈ ചോദ്യത്തിനാണ് ഇനി തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഉത്തരം പറയേണ്ടത്. ഈ വിജിലൻസ് റിപ്പോർട്ടിൽ എന്തുകൊണ്ട് അന്വേഷണത്തിന് തയ്യാറെടുത്തില്ല? എന്തുകൊണ്ട് അന്വേഷണത്തിന് ഉത്തരവിട്ടില്ല? എന്തുകൊണ്ട് ഈ മുരാരി ബാബുവിനെതിരെ നടപടി ഉണ്ടായില്ല? പ്രധാനപ്പെട്ട ചോദ്യം ഇതാണ്. സംശയമുന്നകളെല്ലാം നീളുന്നത് ഒരു പ്രധാനപ്പെട്ട സമുദായത്തിൻ്റെ വലിയ സ്വാധീനശേഷി ഈ മുരാരി ബാബുവിന് ഉണ്ടായിരുന്നോ എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. പെരുന്നയിൽ നിന്ന് അറസ്റ്റ് ചെയ്ത് നീക്കുമ്പോൾ ഈ ചോദ്യം ഇന്ന് സമൂഹ മാധ്യമങ്ങളിലുമുണ്ട്, മാധ്യമപ്രവർത്തകരുടെ ഇടയിലുമുണ്ട്. പക്ഷേ ഇപ്പോൾ അദ്ദേഹത്തിന് ആ സമുദായ സംഘടനയുടെ ഒരു സ്വാധീനവുമില്ല കേട്ടോ, ഒരു പിന്തുണയും അദ്ദേഹത്തിനില്ല. അവിടെ നിന്ന് അദ്ദേഹത്തെ ആ സമുദായ സംഘടനയുടെ അടിസ്ഥാന യൂണിറ്റിൽ നിന്ന് തന്നെ പുറത്താക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇങ്ങനെ വലിയ സ്വാധീനശേഷിയുള്ള ഒരാളായിരുന്നു മുരാരി ബാബു. ആ മുരാരി ബാബുവിനെയാണ് ശബരിമലയിലേക്ക് കൊണ്ടുപോകുന്നത്. ഒരു കാര്യം കൂടി ഞാൻ പറയാം, ഇത് മാത്രമല്ല ദേവസ്വം വിജിലൻസിൻ്റെ കണ്ടെത്തലിലുള്ളത്. അവിടെ പല ഉദ്യോഗസ്ഥരോടും ചോദിക്കുമ്പോൾ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. അവിടെ ഈ പല വഴിപാടുകളും ശബരിമലയിലടക്കം പല ദേവസ്വം ക്ഷേത്രങ്ങളിലുമൊക്കെ നടത്തുന്ന സമയത്ത് റിസീപ്റ്റ് ഇല്ലാതെ നടത്താനുള്ള സാഹചര്യം ഒരുക്കി കൊടുക്കുന്നത് ഇത്തരം ഇൻഫോർമൽ വഴികളുണ്ടാവും. പല ഔദ്യോഗികമല്ലാത്ത അനൗദ്യോഗിക വഴികളിലൂടെ പോകണം. അതിലൊരു കക്ഷിയാണ് മുരാരി ബാബു എന്ന തരത്തിലുള്ളൊരു ആരോപണമുണ്ട്. നിലവിൽ അത് ആരോപണം മാത്രമാണ്. അതിലൊരു ഉദാഹരണം ഞാൻ പറയാം. ആനയെ എഴുന്നള്ളിക്കുന്നതും അതിൻ്റെ വഴിപാടിന് ആനയെ ഉപയോഗിക്കുന്നതും സംബന്ധിച്ചൊരു പ്രശ്നമുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാനയെ ഒരു ദിവസം എഴുന്നള്ളിക്കുന്നതിന് അല്ലെങ്കിൽ അമ്പലത്തിലെ വഴിപാടുകൾക്ക് ഉപയോഗിക്കുന്നതിന് 15,000 രൂപയാണ് ദേവസ്വം ബോർഡ് ആന ഉടമകൾക്ക് കൊടുക്കുന്നതെന്നിരിക്കട്ടെ. അതൊരു ദിവസത്തേക്ക് മുഴുവനാണേ. അപ്പോൾ ആ ദിവസം തന്നെ 2ഉം 3ഉം വഴിപാടുകൾക്ക് ഈ ആന ഉപയോഗിക്കും. ഇത് ദേവസ്വം ബോർഡ് അറിയാതെ 2ഉം 3ഉം വഴിപാട് നടത്തുന്ന സ്പോൺസർമാരിൽ നിന്ന് പണം വാങ്ങും. എന്നിട്ട് ദേവസ്വം ബോർഡിന് കൊടുക്കേണ്ടത് എത്രയാണ്? 15,000 രൂപ മാത്രമാണ്. ആ 15,000 രൂപ ദേവസ്വം ബോർഡ് ആന ഉടമകൾക്ക് കൊടുക്കും. ബാക്കി പണം ഈടാക്കിയിരുന്നോ എന്നൊരു വലിയ ചോദ്യമുണ്ട്. ഇതൊരു വലിയ ചോദ്യമായി ഇപ്പോഴും അവശേഷിക്കുന്നതാണ്. പടിപൂജ അടക്കമുള്ള കാര്യങ്ങളിൽ ഈ സ്പോൺസർമാരെ വഴിവിട്ട് സഹായിച്ചിട്ടുണ്ടോ എന്ന ചോദ്യവും വളരെ പ്രസക്തമാണ്. ഇങ്ങനെയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി അടുത്ത ബന്ധം ഈ മുരാരി ബാബു പുലർത്തിയിരുന്നത് എന്നതാണ് നമുക്ക് ലഭിക്കുന്ന സൂചന. ഇതാണ് ആദ്യ ഭാഗം. മുരാരി ബാബുവിൻ്റെ പശ്ചാത്തലം ഇതാണ്. ഈ മുരാരി ബാബുവാണ് എങ്ങനെ ശബരിമലയിൽ ഒരു പ്രധാന തസ്തികയിലേക്ക് എത്തി. മുരാരി ബാബു ആദ്യം കോൺഗ്രസ് സംഘടനയിലായിരുന്നു എന്നാണ് വിശ്വസിക്കുന്നത്. അതിനുശേഷം ദേവസ്വം റഫറണ്ടം വരികയും ആ ദേവസ്വം റഫറണ്ടത്തിൽ കോൺഗ്രസിന് അവിടെ സ്വാധീനം നഷ്ടപ്പെടുകയും ചെയ്തപ്പോഴാണ് വളരെ പെട്ടെന്ന് മുരാരി ബാബു ഇടതു സംഘടനയുടെ ഭാഗമാകുന്നതും ഇപ്പോൾ ഇടതു സംഘടനയുടെ സംഘടനാ പ്രവർത്തകനായി അദ്ദേഹം അവിടെ തുടരുന്നതും. ഇതാണ് അദ്ദേഹത്തിൻ്റെ പശ്ചാത്തലം. ഇനി ശബരിമലയിൽ ഈ ദേവസ്വം പാളിയുമായി ബന്ധപ്പെട്ട് ഉണ്ണികൃഷ്ണൻ പോറ്റി എന്താണ് ചെയ്തത്? ദേവസ്വം വിജിലൻസിൻ്റെ റിപ്പോർട്ടിലും SITയുടെ കണ്ടെത്തലിലുമുള്ള 2 പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഞാൻ പറയാം. അതിലൊന്ന്, ദ്വാരപാലക ശില്പപാളികളിലെ ചെമ്പ് തകിടുകൾ 98-ൽ തന്നെ സ്വർണം പൊതിഞ്ഞതാണ് എന്ന് അറിയാമായിരുന്നിട്ടും 2019-ൽ വെറും ചെമ്പ് തകിടുകൾ എന്നെഴുതി ഉണ്ണികൃഷ്ണൻ പോറ്റി മുഖാന്തരം സ്വർണം പൂശിക്കിട്ടുന്നതിന് വസ്തുതാവിരുദ്ധമായ ശുപാർശ ബോർഡിലേക്ക് നൽകി എന്നതാണ് ദേവസ്വം വിജിലൻസിന്റെ കണ്ടെത്തൽ. 2 കാര്യങ്ങൾ. ഒന്ന്, 98-ൽ തന്നെ വിജയമല്യ സ്വർണം പൂശിയതാണ് എന്ന് അന്ന് തന്നെ സർവീസിലുണ്ടായിരുന്ന മുരാരി ബാബുവിന് അറിയാമായിരുന്നിട്ടും മുരാരി ബാബു 2019-ൽ സ്വർണം പൂശിയത് എന്ന് തന്ത്രി എഴുതിയ ഭാഗം വിട്ടുകളഞ്ഞ് അവിടെ ചെമ്പ് തകിടുകൾ എന്നെഴുതി വെച്ചു. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിന് മുരാരി ബാബു നൽകുന്ന വിശദീകരണം, അത് ബേസ് മെറ്റലല്ലേ ചെമ്പിലല്ലേ സ്വർണം പൂശിയത്, അപ്പോൾ പിന്നെ എങ്ങനെയാണത് ചെമ്പ് തകിടാകുന്നത് എന്നുള്ളതാണ്. പക്ഷേ മുരാരി ബാബുവിനോടുള്ള ചോദ്യം, സ്വർണം പൂശിയ ചെമ്പ് തകിടുകളിൽ നിന്ന് സ്വർണം പൂശിയത് എന്ന് എടുത്തു മാറ്റുന്നത് എങ്ങനെയാണ്? അതും അത് സ്വർണം പാകിയതാണ്, അന്ന് പൂശിയതുമല്ല. അന്ന് സ്വർണം പാകിയ ഈ ചെമ്പ് പാളികളാണ്. അങ്ങനെ എഴുതേണ്ടതിന് പകരം സ്വർണത്തെ അവിടെ മറച്ചുവെച്ച് ചെമ്പ് തകിട് മാത്രമാക്കി മാറ്റി. ഒന്ന്. രണ്ടാമത്തത്, ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കയ്യിൽ ഇത് കൊടുത്തുവിടുന്നതിനുള്ള ശുപാർശ സമർപ്പിച്ച ഉദ്യോഗസ്ഥരാണ്. ഈ ഗൂഢാലോചനയുടെ കിങ് പിൻ
അഥവാ സൂത്രധാരൻ എന്ന് പറയുന്നത് മുരാരി ബാബുവാണ്. ഇതാണ് രണ്ട് കാര്യങ്ങൾ. ഇനി മൂന്നാമത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം, ദേവസ്വം വിജിലൻസിന്റെ കണ്ടെത്തൽ ദ്വാരപാലക ശില്പങ്ങൾ സ്വർണം പൂശാൻ ഉണ്ണികൃഷ്ണൻ പോറ്റി ഏൽപ്പിക്കണമെന്ന് ചെന്നൈ സ്മാർട്ട് ക്രിയേഷൻസിൽ നിന്നും 16/8/2024 ലഭിച്ച ഇമെയിലിന് ദ്വാരപാലക ശില്പങ്ങൾ അനുവദിക്കണമെന്ന് ബോർഡിലേക്ക് വീണ്ടും 2024 നിയമവിരുദ്ധമായ ശുപാർശ നൽകി ബോർഡിനെ പ്രതിസന്ധിയിലാക്കാൻ ശ്രമിച്ചു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ 2019 ബോർഡിന് ശുപാർശ നൽകി, അതിൽ ചെമ്പുതകടെന്ന് രേഖപ്പെടുത്തി. എന്നിട്ട് 2024 വീണ്ടും അതേ ദ്വാരപാലക ശില്പികൾ ഇപ്പോൾ പൂശാൻ കൊണ്ടുപോകുന്നതിനിടയാക്കിയ ഒരു നിർദ്ദേശം ഇതേ മുരാരി ബാബു ദേവസ്വം ബോർഡിന് കൊടുത്ത് പ്രതിസന്ധിയിലാക്കാൻ ശ്രമിച്ചു എന്നാണ് ദേവസ്വം വിജിലൻസിന്റെ കണ്ടെത്തൽ. അപ്പോൾ ഇത്രയുമാണ് ഈ മുരാരി ബാബുവിനെതിരെ കണ്ടെത്തിയിരിക്കുന്നത്. ഇനി അറിയേണ്ടത്, മുരാരി ബാബു ഇതിനെത്ര പണം ഈടാക്കി, മുരാരി ബാബുവിൻ്റെ സാമ്പത്തിക വളർച്ചയിൽ ഈ ക്രമക്കേടുകൾ ഒരു പ്രധാനപ്പെട്ട കാരണമായിട്ടുണ്ടോ, അതിൽ നിന്നുള്ള വരുമാനം ഉപയോഗിച്ചിട്ടുണ്ടോ, ഇത്തരം കാര്യങ്ങളാണ് ഇനി പുറത്തു വരേണ്ടത്. അത് വരും ദിവസങ്ങളിൽ പുറത്തു വരുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നതും. പക്ഷേ ദേവസ്വം വിജിലൻസ് റിപ്പോർട്ടിൽ ദേവസ്വം ബോർഡിനെ കുരുക്കാതിരിക്കാനുള്ളൊരു സാമർഥ്യം കാണിച്ചിട്ടുണ്ട്. അതാണ് ഇതിലെ കൗതുകകരമായ കാര്യം. ഞാനതാണ് അത് വായിച്ചത്. അത് വായിച്ചപ്പോൾ തന്നെ പ്രേക്ഷകർക്ക് ഇത് മനസ്സിലായിട്ടുണ്ടാവും. ഇത് ഇങ്ങനെ വസ്തുതാവിരുദ്ധമായ ശുപാർശ ബോർഡിലേക്ക് നൽകി എന്നുള്ളതാണ്. കാരണം ദേവസ്വം മാനുവൽ അനുസരിച്ച് ഈ ശബരിമലയിലെ ആണെങ്കിലും ദേവസ്വം ക്ഷേത്രങ്ങളുടെ ആണെങ്കിലും സ്വർണ്ണാഭരണങ്ങളുടെയൊക്കെ അവകാശം, കസ്റ്റഡി എന്ന് പറയുന്നത് ദേവസ്വം ബോർഡല്ല. പകരം ആരാണ്? ദേവസ്വം കമ്മീഷണറാണ്. ഇപ്പോൾ ദേവസ്വം കമ്മീഷണർ എല്ലാ തിരുവാഭരണം അടക്കം എല്ലാ ആഭരണങ്ങളുടെയും കസ്റ്റഡിയിൽ എന്ന് പറയുന്നത് ദേവസ്വം ബോർഡ് എടുക്കുന്നത് പോളിസിപരമായ ഡിസിഷൻസ് ആണ് ദേവസ്വം ബോർഡ് എടുക്കുക. അത് എടുക്കുന്നത് എങ്ങനെയാണ്? ഉദ്യോഗസ്ഥരാണ് അതിന് ശുപാർശ കൊടുക്കുക. ഇതെങ്ങനെയാണ് രക്ഷപ്പെടാൻ പോകുന്നതെന്നാണ് ഞാൻ പറയാൻ പോകുന്നത്. ദേവസ്വം ബോർഡിന് രക്ഷപ്പെടാനുള്ള ഒരു വഴി ഈ ദേവസ്വം വിജിലൻസ് റിപ്പോർട്ടിൽ തന്നെ വെച്ചിട്ടുണ്ട്. എന്താണ് ആ വഴി വെച്ചിരിക്കുന്നത്? വസ്തുതാവിരുദ്ധമായ ശുപാർശ ബോർഡിനു നൽകി എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ ഇത് ആരുടെ റെസ്പോൺസിബിലിറ്റിയായി? ഉദ്യോഗസ്ഥരുടെ റെസ്പോൺസിബിലിറ്റിയായി. അതായത് പത്മകുമാറിനോ നിലവിൽ ദേവസ്വം ബോർഡിലെ അംഗങ്ങളായിരുന്ന മറ്റുള്ളവർക്കോ അതിനകത്തൊരു ഇൻഡിവിജ്വൽ റെസ്പോൺസിബിലിറ്റി ഇല്ല. പകരം അതിനകത്ത് ദേവസ്വം ബോർഡ് എന്ന കളക്റ്റീവ് റെസ്പോൺസിബിലിറ്റി മാത്രമേ ഉള്ളൂവെന്നും ആ കളക്റ്റീവ് റെസ്പോൺസിബിലിറ്റി ചെയ്തതാവട്ടെ ഈ ഉദ്യോഗസ്ഥൻ കൊടുത്തിരിക്കുന്ന വസ്തുതാവിരുദ്ധമായ ശുപാർശയിലാണ്. തിങ് ഇസ് വെരി ക്ലിയർ. നിങ്ങൾക്ക് പിടിക്കാൻ കഴിയില്ല. അപ്പോൾ മന്ത്രിസഭയിൽ ഒരു തീരുമാനം എടുക്കുന്നത് എങ്ങനെയാണ്? മന്ത്രിസഭ തീരുമാനം എടുത്താൽ നിങ്ങൾക്ക് കളക്റ്റീവ് റെസ്പോൺസിബിലിറ്റിയിൽ ക്രിമിനൽ ഒഫൻസ് ചാർജ് ചെയ്യാൻ പറ്റത്തില്ല. പകരം അതിന് നിർദ്ദേശിച്ച ഉദ്യോഗസ്ഥനെതിരെ വേണമെങ്കിൽ നടപടിയെടുക്കേണ്ടി വരും. സമാനമായൊരു സാഹചര്യം ഇവിടെയും ഒരുങ്ങി വരുന്നുണ്ട്. അതുകൊണ്ട് ഒരു പരിധിക്കപ്പുറം മുകളിലേക്ക് പോകുമോ എന്ന ചോദ്യത്തിന് എനിക്ക് സംശയമുണ്ട്. മറ്റു തെളിവുകൾ കണ്ടെത്താത്ത പക്ഷം ദേവസ്വം വിജിലൻസ് റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രം ദേവസ്വം ബോർഡിലേക്ക് പോകാൻ കഴിയില്ല. രണ്ടാമത്തത്, 2024 അതേപോലെ തന്നെയാണ്. ആ ദേവസ്വം വിജിലൻസിന്റെ വാക്ക് ഇങ്ങനെയാണ്: ദ്വാരപാലക ശില്പങ്ങൾ അനുവദിക്കണമെന്ന് 2024 ബോർഡിലേക്ക് വീണ്ടും നിയമവിരുദ്ധമായ ശുപാർശ നൽകി ബോർഡിനെ പ്രതിസന്ധിയിലാക്കാൻ ശ്രമിച്ചു എന്നാണ്. എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്താ? ബോർഡ് അതിനെ അതിജീവിച്ചു എന്നാണ്. എന്ന് പറഞ്ഞാൽ ഇവിടെ 2024 പ്രശാന്തിന്റെ ബോർഡ് മുരാരി ബാബു പറഞ്ഞത് കേട്ടില്ല, മുരാരി ബാബുവിനെതിരെയാണ് മൊഴി കൊടുത്തിരിക്കുന്നത് എന്നുള്ളതാണ്. ഇതാണ് ഈ നിലവിൽ മുരാരി ബാബുവുമായി ബന്ധപ്പെട്ട് നമുക്കറിയാവുന്ന വസ്തുതകൾ. ഈ ദേവസ്വം വിജിലൻസ് റിപ്പോർട്ട് അനുസരിച്ച് നിലവിൽ ഈ മുരാരി ബാബുവിന് മുകളിലേക്ക് പോകാനുള്ള സാധ്യതയില്ല. പക്ഷേ അല്ലല്ല, പക്ഷേ SIT കണ്ടെത്തണം. SIT കണ്ടെത്തുന്നത് എന്താണ്? ഇതിനും അപ്പുറമുള്ള ഇടപാടുകൾ കണ്ടെത്തണം, ഇതിനപ്പുറമുള്ള തെളിവുകൾ കണ്ടെത്തണം. കാര്യം ഇതെല്ലാം മൊഴികളാണ്. ഈ മൊഴികളാണ് ദേവസ്വം വിജിലൻസ് കണ്ടെത്തിയിരിക്കുന്നതും പ്രധാനപ്പെട്ട ഡോക്യുമെന്റുകൾ പരിശോധിച്ചതിൽ നിന്നാണ് ദേവസ്വം വിജിലൻസ് ഈ കണ്ടെത്തലുകൾ നടത്തിയിരിക്കുന്നതും. ആ കണ്ടെത്തലുകളെ അതേപടി SIT പിന്തുടരുകയാണെങ്കിൽ കുരുക്ക് മുകളിലേക്ക് പോവില്ല. പക്ഷേ ഇത് മുകളിലേക്ക് പോകേണ്ടതുണ്ട്. കാരണം ഈ ഞാൻ അതാണ് അതിൻ്റെ തുടക്കത്തിൽ പറഞ്ഞത്. ഈ മുരാരി ബാബുവിന് ഇത്ര വലിയ സ്വാധീനശേഷി അവിടെ ഉണ്ടാകാനുള്ള കാരണം അദ്ദേഹത്തിന് ലഭിച്ച പൊളിറ്റിക്കലായിട്ടുള്ള പാട്രണേജാണ്. രാഷ്ട്രീയമായിട്ടുള്ളൊരു സംരക്ഷണം കിട്ടിയിട്ടുണ്ട്, സാമുദായിക സംരക്ഷണം കിട്ടിയിട്ടുണ്ട്, ഒപ്പം അവിടെയുള്ള ഉദ്യോഗസ്ഥന്മാരുടെ സംരക്ഷണം കിട്ടിയിട്ടുണ്ട്, സ്പോൺസർമാരുടെ സംരക്ഷണം കിട്ടിയിട്ടുണ്ട്. അയ്യപ്പൻ്റെ സ്വത്ത് അടിച്ചുകൊണ്ട് പോകാൻ ശ്രമിച്ചത് ആരാണെങ്കിലും എത്ര ഉന്നതനാണെങ്കിലും പിടിക്കപ്പെടണം എന്ന് തന്നെയാണ്. അതേത് മുരാരിയാണെങ്കിലും പിടിക്കപ്പെടണം എന്നുള്ളതാണ് ഈ വിഷയത്തിൽ എൻ്റെ ടേക്ക്. അതുകൊണ്ട് മുകളിലേക്ക് തന്നെ പോകണം. ഉത്തരവാദികൾ ഉണ്ടെങ്കിൽ ഈ മുരാരിക്കെതിരെ നടപടി എടുക്കാത്ത ഉദ്യോഗസ്ഥരുടെ ചിത്രം കൂടി പുറത്തു വരണം എന്നുള്ളതാണ് എൻ്റെ ടേക്ക്. ഈ വിഷയത്തിൽ റിപ്പോർട്ട് ഏറ്റുമാനൂരിൽ അടക്കമുള്ള എല്ലാ കാര്യങ്ങളും വിശദമായി പരിശോധിക്കുന്നുണ്ട്. നാളെ മുതലുള്ള റിപ്പോർട്ടുകളിൽ പ്രേക്ഷകർക്ക് അത് കാണുകയും ചെയ്യാം. അപ്പോൾ എൻ്റെ ടേക്ക് ഈസ് വെരി ക്ലിയർ. ഉന്നതരുണ്ടെങ്കിൽ കുടുങ്ങുക തന്നെ വേണം. Meet the editors.